Hey guys, so welcome back to my YouTube channel. So ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം രണ്ട് റീസൺ ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് HODയും പിന്നെ ഈ കോളേജിൽ ഏറ്റവും വൈബും എപ്പോഴും ഇങ്ങനെ ഹാപ്പിയും പോസിറ്റീവ് ആയിട്ടിരിക്കണ സാറിൻ്റെ കൂടെ ഞാനൊരു വ്ളോഗ് ചെയ്യുകയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കോളേജിലെ കുറച്ച് റിച്ചസ്റ്റ് പ്ലേസിൽ നിന്നിട്ടാണ് ഞാൻ വ്ളോഗ് എടുക്കുന്നത്. അത്രയ്ക്കും ലക്ഷങ്ങൾ വരെയുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലത്ത് നിന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം അതുകൊണ്ട് കുറച്ച് സ്പെഷ്യലാണ്. അപ്പം ആദ്യം സാറിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. നമ്മുടെ അനാലിസിസ് ഡിപ്പാർട്ട്മെന്റിലെ HOD ആണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യമല്ല, നല്ല വൈബ്, പിള്ളേരെക്കാട്ടി വൈബുള്ള ഒരു സാറാണ് പ്രശാന്ത് സാർ എന്ന് പറഞ്ഞ. അപ്പം ഇന്നത്തെ വീഡിയോയുടെ ഒരു ടൈറ്റിൽ ഞാൻ ഫ്രെയിം ചെയ്തിട്ടുണ്ട്, ചിറ്റ് ചാറ്റ് സെഷൻ വിത്ത് ഡോക്ടർ പ്രശാന്ത് സാർ എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലോട്ട് തുടങ്ങാം. സോ ഗൈസ്, അപ്പൊ ഞാൻ ഒരു 5 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ വന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ, അതേപോലെ എനിക്കങ്ങനെ ചോദിച്ചിട്ടൊരു ഇതില്ല. സോ ഞാൻ ഒരു 5 ക്വസ്റ്റ്യൻസ് ഇതാ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്. മറ്റേ പ്രസന്റേഷൻ ആണ് എനിക്ക്, അതിനെക്കാട്ടി ഞാൻ പ്രിപ്പയർ ചെയ്തതിനായിരുന്നു. എനിക്ക് പ്രശാന്ത് സാർ എന്ന് ആലോചിക്കുമ്പം എനിക്ക് ആ വൈബും, സാർ എപ്പോഴും ഇങ്ങനെ വൈബ് അടിച്ചിട്ടില്ല നടക്കണേ. അപ്പോൾ സാർ എങ്ങനെയാണ് ഇത്ര വൈബ് പോസിറ്റീവ് ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കണേ? അപ്പം ഇനി എന്താണ് അതിൻ്റെ ഒരു സീക്രട്ട്? ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ടീച്ചേഴ്സ് എല്ലാവരും ഭയങ്കര എന്താണ് മസിൽ പിടിച്ചിട്ടുണ്ട്. അവർ ഭയങ്കര പ്രൊഫസർ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു മസിൽ പിടിച്ചു പോകും. നമുക്ക് പേടിയാണ് അവരുടെ അടുത്തൊക്കെ എന്തെങ്കിലും പോയി ചോദിക്കാൻ. എനിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇനി അത് റിസൾട്ടിനെ ബാധിക്കും, അങ്ങനെയൊക്കെയുള്ള പേടിയുണ്ടായിരുന്നു. അപ്പോൾ പേടി കാരണമാണ് ശരിക്കും പറഞ്ഞാൽ സംശയങ്ങളൊക്കെ ഇങ്ങനെ ഉള്ളിക്കൊണ്ട് കാണുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഒരിക്കലും ഒരു ടീച്ചറാവണമെന്ന് വിചാരിച്ചില്ല, പക്ഷേ ഇതിലങ്ങ് വന്നു. അപ്പോൾ എൻ്റെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും കുട്ടികളായിട്ട് വളരെ ക്ലോസ് ആയിരിക്കണമെങ്കിൽ എളുപ്പം അവരെ വൈബിൽ വരണം. അങ്ങനെ ആകുമ്പോൾ അവരുമായിട്ട് എനിക്ക് കമ്മ്യൂണിക്കേഷൻ എളുപ്പവും, അവർക്ക് ഒരു ഫ്രീ മൈൻഡായിട്ട് ഒരു പേടിയില്ല എന്നെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കുട്ടികൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, സംശയം ഉണ്ടെങ്കിൽ, എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് അവരുടെ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റും. അതാണ് എൻ്റെ ഒരു ലക്ഷ്യം. പിന്നെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, നമ്മളിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വായിച്ച് ഇങ്ങനെ മനസ്സിലാക്കി വെച്ചിട്ട് ഇങ്ങനെ മസിൽ പിടിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഈ എന്താ പറയുക, ഈ ഇത് നമ്മളെ എനിക്കറിയുന്ന കാര്യങ്ങൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനാണ്. എനിക്ക് എഡ്യൂക്കേഷൻ ഷുഡ് നോട്ട് ബി ഗിവൻ അല്ലേ, യു ഷുഡ് ഗിവ്. എനിക്ക് എന്താ അറിവുണ്ടോ അത് പകരണം അല്ലേ. അപ്പോൾ അതിനുള്ള ഒരു മീൻസും കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ നടക്കും. അതിൻ്റെ ഒരു സീക്രട്ട് ശരിക്കും ഹാപ്പി. പിന്നെ നമ്മൾക്ക് ഉള്ളത് കുറച്ച് ഒരു ജീവിതമാണ് അല്ലേ. ആ സമയം നമ്മൾ മാക്സിമം എത്രത്തോളം ഹാപ്പി ആവണം അത്രത്തോളം നല്ല. ഞാൻ എന്ന് പ്രാർത്ഥിക്കണം അതാണ്, എനിക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റണേ. നമുക്ക് ഒരു വിഷമമൊക്കെ പല സൈഡിലും ഉണ്ടാവും, പക്ഷെ അതിനെ നമ്മൾ ഓവർകം ചെയ്ത് ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നാണ് ഞാൻ മാത്രമല്ല എല്ലാവരും അങ്ങനെ ഇരിക്കണം എന്നാണ് ആഗ്രഹം. അപ്പൊ ഇനി അടുത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് സാറ് ജസ്റ്റ് ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ. ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് സാർ ഈ പ്രൊഫഷൻ ചൂസ് ചെയ്തത്? ഫാർമസിയാണ്. ഫാർമസി എങ്ങനെയാ വെച്ചാൽ എൻ്റെ 2 ബ്രദേഴ്സിൽ ഒരു ബ്രദർ എഞ്ചിനീയറിംഗ് ആണ്, മറ്റേ ബ്രദർ ഹോമിയോ ആയിരുന്നു. അപ്പോൾ അവരെല്ലാം വീട്ടുകാർക്ക് ഡോക്ടർ ആവണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഞാൻ എൻട്രൻസ് എഴുതിയപ്പോൾ എനിക്ക് ആദ്യത്തെ പ്രാവശ്യം ഹോമിയോ തന്നെ കിട്ടി. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ഞാൻ ഹോമിയോ പഠിച്ചല്ലോ, ഇനി വീണ്ടും അപ്പോൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് MBBS എന്നുള്ള മോഹത്തിൽ ചെന്ന് നിന്നത് പിന്നെ ഫാർമസി B.Pharm-ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് കോളേജിലാണ് പഠിച്ചതൊക്കെ, മെഡിക്കൽ കോളേജിലാണ്, ഗവൺമെൻറ് കോളേജിലാണ് പഠിച്ചത്. അന്ന് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 983 റാങ്ക് ഉണ്ടായിരുന്നു എൻട്രൻസിൽ. പക്ഷേ ആ സമയത്ത് ഇപ്പോൾ ആണെങ്കിൽ MBBS-ലൊക്കെ കിട്ടും. പിന്നെ അത് കിട്ടിയത് വെച്ച് അങ്ങ് പഠിച്ചു ഫാർമസി. ആദ്യമൊക്കെ ഭയങ്കര ടഫായിരുന്നു, എഞ്ചിനീയറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. വിഷമമാണ്. അപ്പം പക്ഷേ എൻ്റെ മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ട് 4-5 വർഷം പിന്നെ PG അവിടെ തന്നെ ചെയ്തത്. അപ്പോൾ ആ വിഷമമാണ് മാറി. ഒത്തിരി MBBS ഡോക്ടർമാരെയൊക്കെ അവരുടെ അടുത്തെല്ലാം കമ്പനി ആകാനും പറ്റില്ല. ആ ക്യാമ്പസാണ് എന്നെ ശരിക്കും പറഞ്ഞ് എന്താ പറയുക ഒരു വൈബാക്കി മാറ്റി. എന്നും പ്രോഗ്രാം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പ്രൊഫഷനിൽ വന്നപ്പെട്ടത്. പിന്നെ ഞാൻ ഒരിക്കലും ഈ ഫാർമസി ടീച്ചറാവുമെന്നൊന്നും വിചാരിച്ചില്ല. എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അമേരിക്ക ആയിരുന്നു എൻ്റെ സ്വപ്നം മൊത്തം. ഞാൻ അപ്പോൾ കോളേജിലും അമേരിക്ക സ്റ്റൈലിൽ തന്നെയാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്, അങ്ങനെയാണ് ഞാൻ അമേരിക്ക പോകുന്നത്.
അപ്പോൾ അങ്ങനെ ഒരു സ്റ്റൈലിലാണ് നടന്നത്. അമേരിക്ക അമേരിക്ക എന്ന് പറഞ്ഞ ഡ്രസ്സിങ് സ്റ്റൈലും ഒക്കെ അമേരിക്ക എന്ന് പറഞ്ഞ നടക്കുമായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പഠിച്ചിട്ടില്ല, ഇങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പോൾ അമേരിക്ക ആയിരുന്നു ഒരു ആഗ്രഹം. അമേരിക്ക പോകണമെങ്കിൽ ചിലപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അവിടെ പോയി റോഡ് സിംഗർ ആവണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതുമൊക്കെ ഉണ്ടായിരുന്നില്ല. എന്നാലും ഈ ഫീൽഡിനെ കുറിച്ച് ഒരിക്കലും വിചാരിച്ചില്ല. പിന്നെ ഇപ്പോൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഇത് കിട്ടി, ഇനി നമ്മൾ അതിനെങ്ങനെ ബെസ്റ്റ് ആവാൻ പറ്റും എന്നുള്ള ഒരു റിസർച്ചിലാണ് ശരിക്കും പറഞ്ഞത്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതല്ലാതെ സാറിന് ഒരു പാഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. സാർ എന്നെ പറഞ്ഞു മറ്റേ കിളി, അപ്പൊ അതിനെ കുറിച്ച് എന്താണ്? ബേർഡ് വാച്ചിങ് ബേർഡ് ഫോട്ടോഗ്രാഫി ഉണ്ട് എനിക്ക്. പക്ഷേ ബേർഡ് വാച്ചിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എനിക്ക് തോന്നുന്നത് എൻ്റെ DNA-യിലുള്ള ഒരു സംഭവമാണ്. കുട്ടിക്കാലം തൊട്ട് ഭയങ്കര ബേർഡ്സിൽ ഭയങ്കര ഇഷ്ടമാണ്. എന്നുവെച്ചാൽ ഞാനിങ്ങനെ ഒരു സ്കൂളിൽ ഒരു ദിവസം പോകുന്ന വഴിക്ക് ഒരു തത്ത ഇങ്ങനെ കാക്കകൾ കൊത്തി ഇങ്ങനെ താഴെ ഇട്ടിരുന്നു. ഞാൻ ഇത് ആ തത്തയെ എടുത്ത് നേരെ വീട്ടിൽ വന്നു. അന്ന് പിന്നെ സ്കൂളിൽ പോയിട്ടില്ല. അങ്ങോട്ടുള്ള ഒരു എന്താ പറയുക ബേർഡ്സിനുള്ള ഇതാണ്. പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു സേവ് ചെയ്തതാണ് ഒരു ഇന്ത്യൻ കൈറ്റ് എന്ന് പറയുന്നത്, പരുന്തില്ല. അതിനിങ്ങനെ ഒരു വാട്ടർ ബോഡിയിൽ നിന്ന് രക്ഷപ്പെടുത്തി ഞാൻ അതിനെ കുറച്ച് നാൾ എൻ്റെ കൂടെ ഉണ്ട്. അതിൻ്റെ പേര് ഫ്രാക്കാണ്. അങ്ങനെ ഇന്റർ മെഡിക്കൽസിനൊക്കെ പോയി എനിക്ക് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പേര് എന്താണ് ഫാൻസി ഡ്രസ്സ്. ഞാനത് എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, മൈ ഫ്രാക്കാണ്. അപ്പോൾ അപ്പോഴേ തൊട്ടേ എനിക്ക് ബേർഡ്സിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഗ്രൂപ്പ് ആൾക്കാരെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ അവരെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സലീം അലി സാറിൻ്റെയും ഇന്ദുചൂടൻ സാറിൻ്റെയൊക്കെ എന്താണ് സ്റ്റുഡൻസൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി. ഞാൻ അവരുമായിട്ട് ചേർന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, അതായത് കാസർഗോഡ് തൊട്ട് ട്രിവാൻഡ്രം വരെയുള്ള എല്ലാ സ്ഥലങ്ങളും, മീൻസ് പക്ഷികളെ കാണുന്ന സ്ഥലങ്ങളെല്ലാം വിസിറ്റ് ചെയ്ത് അതൊരു എന്താ ഒരു പാറ്റേൺ വെച്ച് തന്നെ നമ്മൾ വിസിറ്റ് ചെയ്തിട്ട് 5 years എടുത്തു. എന്നിട്ട് ഒരു ബേർഡ് അഡ്രസ്സ് ഞങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ കേരള ബേർഡ് അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്രസ്സ് ഉണ്ടാക്കി. അതിനകത്ത് നമ്മൾ സമ്മർ സീസണും വിൻ്റർ സീസണും ഉൾപ്പെട്ടിട്ടുള്ള കേരളത്തിൽ വരുന്ന പക്ഷികൾ, കേരളത്തിലുള്ള പക്ഷികൾ, അതിൻ്റെ ഹാബിറ്റാറ്റ്, അതിൽ എത്ര നമ്പർ എല്ലാം വെച്ചിട്ട് നമ്മൾ ടോട്ടലി ഒരു അഡ്രസ്സ് ഉണ്ടാക്കിയിരുന്നു. അതിപ്പോൾ നമുക്കിവിടെ ഗൂഗിളിലൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കേരള ബേർഡ് അഡ്രസ്സ് എന്ന് പറഞ്ഞ് കിട്ടും, നോക്കാൻ പറ്റും. പിന്നെ അതിന് ഞാൻ എൻ്റെ ഒരു 15 years എക്സ്പീരിയൻസ് ഉണ്ട് അതിൽ. പക്ഷികളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി എടുത്തത്. പഠിക്കാൻ വെച്ചാൽ ഞാൻ പല ബുക്സും പിന്നെ ഗ്രൗണ്ട് ഇപ്പം നമ്മൾ ഗ്രൗണ്ടിൽ പോയി കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഡേറ്റ എന്ന് പറയും. അതായത് അതിനെക്കുറിച്ച് ഫീൽഡ് നോട്ട്സ് എന്നാണ് പറയും. അത് ചിലപ്പോൾ ഇന്ദുചൂടൻ സാറിൻ്റെയും സലീം അലി സാറിൻ്റെയൊക്കെ ഫീൽഡ് നോട്ട്സൊക്കെ യൂസ് ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. ഫസ്റ്റ് നമ്മൾ നാട്ടിലുള്ള പക്ഷികളെ ഐഡൻറ്റിഫൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ അങ്ങോട്ട്. അപ്പോൾ നമ്മൾ പറയുക ഞാൻ 10 പക്ഷികളെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിച്ചു, എനിക്കിപ്പോൾ 25 പക്ഷികളെ പറ്റും. അങ്ങനെ കേരളത്തിലെ ഒട്ടുമുക്കാൽ പക്ഷികളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, വരുന്ന പക്ഷികളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. അങ്ങനെ ആ ഓട്ടത്തിനിടയിൽ കേരളത്തിലെ 642ാമത്തെ പക്ഷി, കേരളത്തിൽ വന്ന 642ാമത്തെ പക്ഷിയായ സഡ്ജ് വാർബ്ലർ എന്ന് പറഞ്ഞൊരു പക്ഷിയെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അത് ഞാൻ ഈ ബേർഡിൽ കൊടുത്തിട്ടുണ്ട്. പത്രത്തിൽ വന്നു. അതെ പത്രത്തിൽ വന്നു. അത് ഏകദേശം നേരത്തെ ഞാൻ 2014 കണ്ടെത്തിയാണ്. പക്ഷെ നമ്മളെ ഈ പേപ്പറൊക്കെ പബ്ലിഷ് ചെയ്യുമ്പോൾ റിവ്യൂവർ ഉണ്ടല്ലോ, അതേമാതിരി ഒരു പക്ഷി ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ റിവ്യൂവേഴ്സാണ്, അത് ഫോറിനേഴ്സാണ്. അവരും കൂടെ സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് അതാണ് പക്ഷിന്ന് ടൈം എടുത്തു. ഏകദേശം 6.5 years 7 years എടുത്തു. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് അവർ അതെ ഇത് സഡ്ജ് വാർബ്ലർ തന്നെയാണ് എന്ന് തീർച്ചപ്പെടുത്തി. കാരണം പിന്നെ ഇപ്പോൾ ഈ ഇടയ്ക്ക് ആ പക്ഷിയെ കണ്ടപ്പോഴാണ് ഓക്കെ ഇതിന് ഈ പാത്തിൽ വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അന്ന് അവരെന്താണ് അൺഐഡൻറ്റിഫൈഡ് എന്ന് പറഞ്ഞിട്ടിരുന്നു. ഇപ്പോൾ അത് ഓക്കെ വീണ്ടും വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ മേ ബി സഡ്ജ് വാർബ്ലർ എന്നുള്ളത് കൺഫേം ചെയ്തു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാറ് ഇപ്പം ഇവിടെ ഒരു ഏകദേശം ഒരു 22-23 കോളേജ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഉണ്ട്. വേറെ കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ, അതോ എന്തുകൊണ്ടാണ് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നത്? ഞാൻ PG കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം വേറെ ഇവിടെ കേരളത്തിൽ അങ്ങനെ ഫാർമസി ഒന്നുമില്ല. ആകെ 2 കോളേജുള്ളൂ. ഒന്ന് ഗവൺമെൻറ് കോളേജ് ട്രിവാൻഡ്രം, പിന്നെ കോഴിക്കോട്. വളരെ കുറച്ച് സീറ്റേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വേറെ കോളേജിനൊന്നും സ്കോപ്പില്ല. അപ്പോൾ ഞാൻ തമിഴ്നാട്ടിൽ കുറ്റാലം തെങ്കാശിയുടെ ഒരു കോളേജിൽ ഒരു 7 മാസം വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കേരളത്തിൽ ഇങ്ങനെ കോളേജുകൾ
അങ്ങനെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ പിന്നെ ആന്ധ്രയിൽ ഹൈദരാബാദിൽ ഒരു ഇൻഡസ്ട്രിയൽ കോളേജിലായിട്ട് വർക്ക് ചെയ്തു 3-4 മാസം. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ കോളേജൊക്കെ തുടങ്ങി. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നു. ഒരു യാദൃശ്ചികമായിട്ടാണ് ഈ കോളേജിൽ വന്ന് പെട്ടത്. ശരിക്കും എന്നെ ഇവിടെ അട്രാക്ട് ചെയ്തത് ഈ കോളേജിൻ്റെ ഭൂപ്രകൃതിയും ഇതിൻ്റെ എന്താണ് ഈ സ്ഥലം എന്നെ വളരെ അട്രാക്ട് ചെയ്തു. കാരണം ഞാൻ അവിടെ ട്രിവാൻഡ്രത്ത് താമസിക്കുന്ന സിറ്റിയിലാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല വിശാലമായ ഒരു സ്ഥലം, പച്ചപ്പ്, ശരിക്കും അത് മൂവിയിലൊക്കെ പറയണ പോലെ അത് എന്നെ വളരെ അട്രാക്ട് ചെയ്തിരുന്നു. അതൊരു റീസണാണ്. പിന്നെ എനിക്കറിയാം ഈ കോളേജിൽ എന്തായാലും ഒരു പ്രോസ്പെക്ട്സ് ഉണ്ടെന്ന് എനിക്ക് അന്നേ തോന്നി. ശരിക്കും ഒരു എന്താ പറയുക, നമ്മൾ ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ വന്നതാണ്. പക്ഷേ നമ്മളെ ഈ മാനേജ്മെൻറ്റും ഇവിടുത്തെ ആൾക്കാരും എല്ലാം എന്നെ വളരെ ഏറെ സ്വാധീനിച്ചു. ഞാൻ പലപ്പോഴും വേറെ കോളേജിലൊക്കെ പോകണമെന്ന് വിചാരിച്ചാൽ എൻ്റെ മനസ്സ് ഈ കോളേജിൽ നിന്ന് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ 21 വർഷമായിട്ട് ഈ കോളേജിൽ തന്നെ തുടരുന്നു. ഇനി നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. സാറ്, എനിക്കറിയാം സാറിന് ഇതുപോലെ ഒരു ക്രേസ് ഉള്ള ഒരു സംഭവമാണ് ഇങ്ങനെ ട്രാവലിംഗ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സാർ ഇങ്ങനെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം സാർ എത്ര ടോട്ടൽ കൺട്രീസോ പ്ലേസസ് ഒക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്? അതുണ്ട്. ഇന്ത്യയിലെ ഏകദേശം എല്ലാ സ്ഥലങ്ങളും പോയിട്ടുണ്ട്. അതിൻ്റെ കൂടെ വിദേശത്ത് യൂറോപ്പിൽ എനിക്കൊരു പ്രസൻറ്റേഷൻ കിട്ടിയിരുന്നു ആംസ്റ്റർഡാമിൽ. അപ്പോൾ ആ പ്രസൻറ്റേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ആംസ്റ്റർഡാമിൽ പോയപ്പോൾ എന്തായാലും ഷെങ്കൻ വിസയാണ്. ഏകദേശം 21 കൺട്രി വരെ വിസിറ്റ് ചെയ്യാൻ ഒരൊറ്റ വിസ മതി. അപ്പോൾ നമുക്ക് അതിന് വേറെ വിസ എടുക്കണം. അപ്പോൾ ഞാൻ ആ സമയത്ത് ഫ്രാൻസും ജർമ്മനിയും പിന്നെ എന്താണ് ബെൽജിയം ഇതിൻ്റെ കൂടെ പിന്നെ നെതർലാൻഡ്സും വിസിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ വിസിറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. എനിക്ക് അതിനകത്ത് ഏറ്റവും മറക്കാൻ കഴിയാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ ബർജസ് എന്ന് പറഞ്ഞൊരു ഓൾഡ് സിറ്റി ബെൽജിയത്തിൽ. പിന്നെ ക്വിക്കിൻഹോഫ് ഗാർഡൻ എന്ന് പറയുന്നത് തുലിപ്സിൻ്റെ ഗാർഡൻ ആംസ്റ്റർഡാമിൽ. അത് ഭയങ്കര എന്താ പറയുക, എന്നും മനസ്സിൽ നിൽക്കുന്ന ഒരു സംഭവമായിരുന്നു. മെമ്മറബിളാണ് ശരിക്കും. പിന്നെ അവിടുത്തെ യൂറോ റെയിൽ എന്ന് പറയും, അത് ഭയങ്കര രസമാണ്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത്. പിന്നെ ഇന്ത്യയിൽ എനിക്ക് നോർത്ത് ഹിമാചൽ പ്രദേശിലേക്ക് പല സ്ഥലങ്ങൾ ഇഷ്ടപ്പെട്ടു. ട്രക്കിംഗ് ഒക്കെ ഉള്ള സ്ഥലങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ കൂടുതൽ ഞാൻ ഈ പക്ഷികളുടെ നിരീക്ഷണത്തിന് വേണ്ടി പോയ സ്ഥലങ്ങളാണ് അധികവും. അപ്പോൾ അങ്ങനെ സൗത്ത് ഇന്ത്യയിലെ മിക്ക സ്ഥലങ്ങളും ബേർഡ് സാങ്ച്വറികളും കവർ ചെയ്തിട്ടുണ്ട്. ഇനിയും എങ്ങനെ പോകണം ട്രാവൽ. ശരിക്കും നമ്മൾ പറയണ പോലെ നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കാൻ പാടില്ല. നമുക്കിപ്പോൾ ഒരു 5 മിനിറ്റ് സമയം കിട്ടുവാണെങ്കിൽ ഒരു ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കരുതെന്നാണ് പറയുന്നത്. സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ ആ 5 മിനിറ്റിടെ നിങ്ങൾക്ക് അടുത്തൊരു സ്ഥലം കാണാൻ പോകാൻ പറ്റുമെങ്കിൽ അതായിരിക്കണം ഏറ്റവും നല്ലത്. കാരണം നമുക്ക് ഇങ്ങനെയുള്ള ലൈഫിൽ ഇതൊക്കെ ആയിരിക്കും നമുക്ക് എപ്പോഴും എന്താ പറയുക, നമുക്കൊരു പോസിറ്റീവ്നെസ് തരണം. ഒരു സ്ഥലം കാണുക, ഓരോ ആൾക്കാരെ പരിചയപ്പെടുക, അവരെ കൾച്ചറലായിട്ട് മിങ്കിൾ ചെയ്യുക, അതൊക്കെ വളരെ എന്താ പറയുക ഒരു പോസിറ്റീവ് കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആയിരിക്കാം ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഒരു പോസിറ്റീവ് അപ്രോച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ യൂട്യൂബ് ചാനലിൽ സ്റ്റെഫി സ്റ്റഫിന് എല്ലാവിധ ആശംസകളും. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കാണാറുണ്ടായിരുന്നു. സ്റ്റെഫിയും ഇതുപോലെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റുഡൻ്റാണ്. എപ്പോഴും പ്ലേസസ്, സ്ഥലങ്ങളെക്കുറിച്ചും ഫുഡിനെ കുറിച്ചും പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഡേ ബൈ ഡേ ഓരോ കാര്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ, പിന്നെ ഒരു മറയില്ലാതെ എല്ലാ കാര്യങ്ങളും തുറന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു എന്താണ് യൂട്യൂബ് ചാനലാണിത്. ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ടെന്ന്. ഇനി ഫോളോവേഴ്സ് കൂടട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഇത് നല്ലൊരു വലിയ ചാനലായി മാറട്ടെ. താങ്ക് യു സർ. പിന്നെ സാറിൻ്റെ വാല്യുബിൾ ആയിട്ടുള്ള ഈ ഒരു 15 മിനിറ്റ് ആയാലും ഇത് തമ്മിൽ ഒരുപാട് താങ്ക് യു. ഞാൻ സാറിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് കുറച്ച് നല്ല പോസിറ്റീവ് വൈബായിട്ട് നിൽക്കുകയാണ് ഞാൻ. പിന്നെ വേറൊരു സ്പെഷ്യൽ, ഇനി സാറിനെ കുറച്ച് നാളത്തേക്ക് കാണാൻ പറ്റും. സാറ് നമ്മളിവിടെ ടൂർ വരെയാണ്. ഇനി ഒരു 15 ദിവസം സാറിനെ നിങ്ങൾക്ക് പിന്നെയും കാണാൻ പറ്റും ബ്ലോഗിലൂടെ. ഓക്കെ. ഞാൻ ഇതിൽ വിസിറ്റ് ചെയ്യാത്ത ഒരു സ്ഥലമാണ് കാശ്മീർ. അത് ആ ഒരു ഓപ്ഷൻ പോയിട്ടില്ല. ഞാൻ കാശ്മീർ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അതറിയാലോ എനിക്ക്, ഇപ്പോഴാണല്ലോ ഇതൊക്കെ ഓപ്പൺ ആയത്. ബാക്കി കുറേ സ്ഥലങ്ങൾ കവർ ചെയ്തു. ബാക്കിയെല്ലാം കവർ ചെയ്തു പോയിട്ടുണ്ട്. അല്ലാതെയും പോയിട്ടുണ്ട്, ഫാമിലിയോടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചാൻസ് ആണ്. ഓക്കെ. ബൈ. നെക്സ്റ്റ് വ്ളോഗിൽ കാണാം.